യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 23-ാം വാക്യം ഇപ്രകാരമാണ്: ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. അതിൻ്റെ വിശദീകരണം താഴേക്ക് വരുമ്പോൾ പറയുകയാണ്: അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഇതാണ് പ്രത്യേകത. ധനമോഹമുള്ളവൻ്റെ മനസ്സിൻ്റെ സ്വഭാവമാണ് ഇവിടെ കാണുക. സ്നേഹമുള്ള, മറ്റൊന്നിൽ ആശ്രയം വെച്ചിട്ട് ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നവൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ് നമുക്കിത് കാണുക. ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്നേഹമുള്ളവരെ, നമുക്കെന്ത് കിട്ടും എന്നുള്ളതല്ല, നമുക്കെന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരുവനെ ക്രിസ്തു ശിഷ്യനാക്കുക. ആ ഒരു തരത്തിലേക്ക് വളരുന്നവന് മാത്രമേ ശിഷ്യനാവാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിലേക്ക് എന്തൊക്കെ നേടിയെടുക്കാം എന്നുള്ളത് ക്രിസ്തു ശിഷ്യൻ്റെ സ്വഭാവത്തിനുള്ള ചേർച്ചയല്ല. കാരണം അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമല്ല. അതുകൊണ്ടാണ് ക്രിസ്തു നൽകി നൽകി ഇല്ലാതായവനാണെങ്കിൽ ക്രിസ്തു ശിഷ്യനും അതേ മാതൃക തുടരേണ്ടവനാണ്. നൽകി നൽകി തീരേണ്ടവൻ്റെ പേരാണ് ശിഷ്യൻ. അനുഗ്രഹമാവട്ടെ. ആമേൻ.